بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് മറിയം 73 മുതൽ 75 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا وَإِذَا تُتْلَى ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് وَإِذَا ദാല് വ്യക്തമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ട അക്ഷരം. തുത്ല എന്ന് പറയുമ്പോൾ താ ആദ്യത്തേതിന് ഹറക്കത്തും പിന്നെ സുക്കൂനുള്ള അക്ഷരവുമാണ്. അത് തുത്ല എന്ന് ശബ്ദം ചലിപ്പിച്ച് ഖൽഖല വരുന്നത് സൂക്ഷിക്കണം. തുത്ല അലൈഹിം ആയിന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അലൈഹിം അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലല്ലദീന കഫറൂ ആയാതുനാ ബയ്യിനാതിൻ ഖാല. ഇതിൽ ഉള്ള അലിഫുകളൊക്കെയും തബീഇയായ ദീർഘം 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം നൽകേണ്ട ദീർഘങ്ങളാണ്. കൂടുതൽ എവിടെയും ദീർഘിപ്പിക്കാവതല്ല. ആയാതുന എന്നൊന്നും കൂടുതൽ നീട്ടരുത്. ആയാതുന ബയ്യിനാതിൻ. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്, ഒന്നുപോലും തഫ്ഖീമിൻ്റേതില്ല. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ബയ്യിനാതിൻ ഖാല, അവിടെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ച് വ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം, കാരണം ശേഷമുള്ളത് ഖാഫാണ്. തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. അപ്പോൾ ബയ്യിനാതിൻ എന്ന് തഫ്ഖീമോട് തടിപ്പിച്ചു പറയാം. തഫ്ഖീമോടുകൂടി ബയ്യിനാതിൻ ഖാലല്ലദീന കഫറൂ റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ഖാലല്ലദീന كفروا للذين آمنوا أي الفريقين آمنوا. ഇതിന് അദ്യത്തിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ആമനു അയ്യുൽ ഫരീഖൈൻ. അൽ ഫരീഖൈൻ ഖാഫ് തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമ. ഖൈറുൻ ഖാ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരം. റാഇൻ തഫ്ഖീം. ഖൈറും മഖാമൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഖൈറും റാഇന് തഫ്ഖീം കൊടുക്കുക. അപ്പോൾ ഖൈറും മഖാമൻ വഅഹ്സനു നദിയ. മഖാമൻ ഇതിൽ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും മാത്രമാണ് തഫ്ഖീം ഉള്ളത്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. മഖാമൻ വഅഹ്സനു, അവിടെ മഖാമൻ എന്നതിലെ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. മഖാമൻ വഅഹ്സനു നദിയ. അഹ്സനു ഹാൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. വഅഹ്സനു നദിയ. വകം അഹ്ലക്ന സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അഹ്ലക്ന ഹ കാഫ് 2 അക്ഷരങ്ങൾ സുക്കൂൻ നൽകപ്പെട്ടതുണ്ട് ഈ പദത്തിൽ. 2ഉം മഹ്മൂസായ അക്ഷരങ്ങളാണ്, ഹംസ് നൽകേണ്ട അക്ഷരങ്ങളാണ്. അഹ്ലക്ന ഖബ്ലഹും ഖാഫിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖബ്ലഹും മിൻ ഖർനിൻ ഹും അഹ്സനു അസാസ.
സാക്കിനത്തെ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മുത്തമാസിലീൻ സഗീർ അല്ലെങ്കിൽ ഇദ്ഗാം ബിഗുന്ന എന്നൊക്കെ പേര് പറയാം. ഇദ്ഗാം ഷഫവി എന്നൊക്കെ അതിന് പേര് നൽകാം. ഖബ്ലഹും മിൻ ഖർൻ അവിടെ സാക്കിനത്തായ നൂനിനെ ഖാഫിന് മുമ്പിൽ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ഹഖീഖി. ഖാഫ് ആണ് ശേഷമുള്ളത് എന്ന കാരണത്താൽ തഫ്ഖീമോടുകൂടി തടിപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ മണിക്കലിൽ തഫ്ഖീം വേണം എന്നർത്ഥം. മിൻ ഖർനിൻ ഖറാഇന് തഫ്ഖീം കൊടുക്കണം. ഖർനിൻ ഹും തൻവീൻ ശേഷം ഇവിടെ ഇൽഹാർ ഹൽക്കിയാണ്, മണിക്കാതെ വെളിവാക്കണം. മിൻ ഖർനിൻ ഹും അഹ്സനു ഇവിടെ സക്കിൻ തമീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം മീമിനെ. മിൻ ഖർനിൻ ഹും അഹ്സനു മേലെ വന്ന പദമാണ് അഹ്സനു എന്നത്. അഹ്സനു അസാസൻ വരിയ. അസാസൻ എന്നതിൽ തൻവീനുണ്ട്, വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗംബിഗുന്ന നാഖിസ്. അസാസൻ വരിയ. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്, അത് വരിയ എന്നൊന്നും പറഞ്ഞാൽ ശരിയാവുകയില്ല. വരിയ. അടുത്ത വചനം ഖുൽ മൻ കാന. ഖുൽ ഖാഫ് നിസ്ബിയ തഫ്ഖീം നൽകേണ്ട അവസ്ഥയാണ്, ദമ്മുള്ളതുകൊണ്ട്. ഖുൽ മൻ കാന സാക്കിൻ താനൂൻ ശേഷം ഖാഫ് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർഖീഖ് വേണം. മൻ കാന ഫിദ്ദലാലതി ഫൽയംദുദ്. ളാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഇസ്തിത്താല എന്ന അതിൻ്റെ പ്രത്യേക സിഫത്ത് നൽകിക്കൊണ്ട് വ്യക്തമായി ളാദിനെ ഉച്ചരിക്കുക. ഫിദ്ദലാലതി ഫൽയംദുദ്. ഈ പദത്തിൽ സാക്കിനത്തായ ലാം, ഈ ലാമുൽ അമർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തജ്വീദിൻ്റെ സാങ്കേതിക ഇതനുസരിച്ച്. ലാമുൽ അമർ എന്ന് മാത്രമല്ല, ലാമുൽ അംറിൽ മസ്ബൂഖ ബിൽ ഫാഇ ഔൽ വാവി ഔ സുമ്മ. പരിശുദ്ധ ഖുർആനിൽ വന്ന 3 ലാമുൽ അമറുകളാണ്. ഫാഓ വാവോ സുമ്മയോ മുൻകടന്നിട്ടുള്ളതായ ലാമുൽ അമർ. ഇവയെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യാന്നുള്ളതാണ്. ഫൽ വൽ തകുൻ എന്നൊക്കെ പറഞ്ഞത് ഇൽഹാറാണ് ലാമിന്. ഈ ലാമാത്തു സാക്കിനയിലെ ഒരു ഇനമാണ്. കുറേ സാക്കിനത്തായ ലാമുകൾ വേറെ ഉണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ലാമുൽ അമർ. ഫാവോ വാവോ സുമ്മയോ മുൻകടന്നിട്ടുള്ളതായ ലാമുൽ അമർ. മുൻകടക്കുന്നില്ലെങ്കിൽ, ഫാവോ വാവോ സുമ്മയോ തൊട്ടു മുമ്പിൽ ഇല്ലെങ്കിൽ ആ സുക്കൂൻ അതിനുണ്ടാവുകയില്ല. അസ്ലിൽ ലാമുൽ അമറിന് കസ്റാണ്. എന്നാൽ ഫാവോ വാവോ സുമ്മയോ മുൻകടന്നാൽ ആ ലാമിൻ്റെ കസ്റ് മാറി സുക്കൂനായി മാറും. ഇവിടെ അത്തരത്തിലുള്ള ലാമുൽ അമറാകുന്നു. ഫാ മുൻകടന്നു. ഫൽയംദുദ് ലഹുർ റഹ്മാൻ. യംദുദ് സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകണം, മണിക്കരുത്. ഫൽയംദുദ് ദാലിന് ഖൽഖല സൂറ നൽകുക. സാക്കിനത്ത ദാലിന് ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദ ഹത്താ ഇദാ റഅൗ മാ യുഅദൂൻ. ഹത്താ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ വേണ്ടതാണ്, അവിടെ അനുവദനീയമാണ്. ഹത്താ ഇദാ റഅൗ തഫ്ഖീം ചെയ്തുകൊണ്ട് റായിനെ ഉച്ചരിക്കുക. ഇദാ റഅൗ മാ യുഅദൂൻ. റായിനെ മാത്രമാണ് തഫ്ഖീം ചെയ്യേണ്ടത്. റഅൗ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. റഅൗ ഹംസ ഇസ്തിഫാലിൻ്റെ തർഖീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് റഅൗ എന്ന് റായിന് ഹംസക്ക് തഫ്ഖീം വരരുത്. റഅൗ മാ യുഅദൂന ഇമ്മ
إما العذاب وإما الساعة فسيعلمون. ഇവിടെ ആവർത്തിച്ച് വന്ന മീം മുഷദ്ദദ ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. ഇമ്മൽ അദാബ വഇമ്മ الساعة فسيعلمون من هو شر مكانا. من هو ساكنة نونم هاء ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. من هو شر مكانا وأضعف جندا. ഷർറും മക്കാന. റാഹിനെ തഫ്ഖീം ചെയ്യുക. തൻവീൻ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഷർറും എന്നിങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഷർറും മക്കാന വ തൻവീനും ശേഷം വാവും. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. മക്കാന വഅദ്അഫു ളാദ് മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. وأضعف جندا. ഇവിടെ സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. ജുന്ദ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا أي الفريقين خير مقاما. قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا. وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا. قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا